ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു തന്തൂരി പിസ്സയുടെ റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു പിസ്സ നമ്മൾ തയ്യാറാക്കുന്നത് പിസ്സ ബേസ് ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ടുള്ള നമ്മുടെ പൊറോട്ടയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് പൊറോട്ട തയ്യാറാക്കാനുള്ള മാവ് ഒന്ന് കുഴച്ച് വെക്കണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദ തന്നെ ആകുമ്പോൾ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്താൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത ശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരു അയഞ്ഞ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മീതേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് കുഴച്ചെടുക്കണം. നല്ല സ്മൂത്തായിട്ട് വരണം. ഈ മാവ് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ താഴത്തോട്ട് മടക്കിയിട്ട് ആ രീതിയിൽ വേണമെങ്കിലും കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് നല്ല സ്മൂത്താക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ചിക്കൻ തന്തൂരി പിസ്സയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കൻ തന്തൂരി ഉണ്ടാക്കാനായിട്ട് ഒരു തന്തൂരി മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ്, തക്കോല എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 5 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിത് 1 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ചുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവേലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഉണക്കിയ ഉലുവേല വാങ്ങിയതാണ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഉലുവേല ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഡ്രൈ റോസ്റ്റ് ആക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിതിപ്പോൾ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്തൂരി മസാല തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത ചിക്കൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതൊരു 6 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ട് നല്ല ഫ്രൈ ആയിട്ട് വരും. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു വെള്ളം വറ്റുന്നത് വരെ നമുക്കൊരു 5 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ പിസ്സയിലേക്ക് തന്തൂരി ചിക്കനാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് 1.5 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഈ മസാല കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു ആ തന്തൂരി മസാലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 പൊറോട്ടക്കുള്ള മാവാണ് തയ്യാറാക്കി വെച്ചിരുന്നത്. അപ്പോൾ 2 ബോളായിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് കട്ടി കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ പൊറോട്ട തയ്യാറാക്കുന്നത് പോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ ഒന്ന് ആക്കിയിട്ട് പരത്തി കൊടുക്കണം. ഇനി ഇത് നമുക്ക് വീണ്ടും പൊറോട്ട പരത്തുന്ന പോലെ ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം.
ഈ പൊറോട്ട തയ്യാറാക്കുമ്പോൾ ഒരുപാട് കട്ടി കുറച്ചിട്ട് പരത്തണ്ട. ഒരുവിധം കട്ടിയോടുകൂടി പരത്തിയാലേ നമുക്കിത് പിസയായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാക്കി എടുക്കുന്ന ഒരു പാനിലേക്ക് ഇട്ടിട്ട് ഒരു സൈഡ് വേവിച്ചെടുക്കാം. ഫുള്ളായിട്ട് വേവിച്ചെടുക്കണ്ട. ഒരു സൈഡ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മീതേക്ക് പിസക്കുള്ള സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോവും. ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഈ പിസ്സ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് ആ ഒരു ചീസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ സ്ലൈസ് ആയിട്ടുള്ള ചീസ് എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാപ്സിക്കം, സവാള, തക്കാളി എന്നിവ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിൻ്റെ മീതേക്ക് കുറച്ച് ചീസും കൂടി ഇട്ട് കൊടുക്കണം. പിസ്സയാണ്, അപ്പോൾ ചീസ് കൂടുതലായിട്ടുണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ മീതേക്ക് കുറച്ച് പിസ്സ സീസണിങ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഉണക്കമുളകിൻ്റെ പീസസോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഏകദേശം 1 മിനിറ്റോളം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കറക്റ്റായിട്ട് വരും. ഇപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊറോട്ട പിസ്സ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും പിസ്സ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പിസ്സ പൊറോട്ട നിങ്ങൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്